ഇന്ത്യ പാക് അതിർത്തിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന എടപ്പാൾ സ്വദേശി ജിനീഷ് നാട്ടിൽ തിരിച്ചെത്തി. രാജസ്ഥാനിലായിരുന്നു ജിനീഷും സിനിമാ സംഘവും കുടുങ്ങിക്കിടന്നിരുന്നത്. സിനിമ അണിയറ പ്രവർത്തകനായ ജിനീഷും സംഘവും ജോലിയെടുത്തിരുന്ന ജയ്സാൽമാർ എന്ന സ്ഥലത്താണ് ഇന്ത്യ പാക് വെടിവെപ്പ് നടന്നത്. അതിർത്തി പ്രദേശമായ ഇവിടെയായിരുന്നു ജിനീഷ് അടങ്ങുന്ന കേരളത്തിലെ സിനിമാ സംഘം സെറ്റിട്ടിരുന്നത്. സിനിമാ ചിത്രീകരണം നടന്നു വരുന്നതിനിടയിലാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. ഇതോടെ ചിത്രീകരണം നിർത്തിവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. വൈദ്യുതി വിച്ഛേദിക്കുകയും രാത്രിയിൽ മൊബൈൽ ഫോണുകളടക്കം ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം വരികയും സ്ഫോടന ശബ്ദവും തീഗോളങ്ങളും നേരിൽ അനുഭവിച്ചതോടെ ഭയപ്പാടോടെയാണ് കഴിഞ്ഞുകൂടിയതെന്ന് ജിനീഷ് പറയുന്നു. അതിർത്തി പ്രദേശമായ ഇവിടെ വെടിവെപ്പ് തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ടൂറിസ്റ്റ് ബസ് മുഖേന മുംബൈയിലെത്തി അവിടെ നിന്നും ഫ്ലൈറ്റിൽ കേരളത്തിലെത്തിയത്. 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് കേവലം 10 ദിവസമാണ് പൂർത്തിയാക്കിയതെന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ അടുത്തു തന്നെ ചിത്രീകരണം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നും ജിനീഷ് പറഞ്ഞു. ഞങ്ങളവിടേക്ക് 100 ദിവസം ഷൂട്ട് ആയിരുന്നു. 10 ദിവസമായി അവിടെ പോയിട്ട് 10ാമത്തെ ദിവസമാണ് ഈ സംഭവിക്കുന്നത്. രാത്രി 9 മണിക്ക് ഞങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ സ്ഫോടനം, അതായത് ഈ ഡ്രോൺ ആക്രമണം നടന്നിട്ട് സംഭവം ആദ്യമായിട്ട് കാണണം. അപ്പോൾ ഡ്രോൺ വരുന്നത് മറ്റേ നമ്മൾ ഇന്ത്യൻ ആർമിയുടെ സാധനം പൊട്ടിക്കും. നമ്മൾ ലൈവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുക. അത്ഭുതം പൊട്ടി പേടിച്ച് പോയി എല്ലാവരും. 10-20 പേര് ഞങ്ങൾ അവിടുന്ന് ഒരു ഗോഡൗണിൽ വർക്ക് ചെയ്തു. ഞങ്ങളെ സെറ്റ് വർക്ക് അവിടെ ആയിരുന്നു. അപ്പോൾ ഹാഫ് നിറ പടത്തിൻ്റെ ആയിരുന്നു ഷംസാ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അത് 100 പേരെ അവിടെ നിന്ന് പോയുള്ളൂ. 100-150 പേരോളുണ്ട്. അത് സംഭവം നടന്നു. അന്ന് രാത്രി തന്നെ എല്ലാവരും പാക്കപ്പായി നാട്ടിലേക്ക് ഒരാൾ പരിപാടി തുടങ്ങി നാട്ടിലേക്ക് പോന്നു. നമ്മൾ ഈ സംഭവം നടന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ യുദ്ധം കാണുന്നത്. അതായത് ഈ ബോംബ് സ്ഫോടനങ്ങളും ഈ പീരങ്കി വിട്ടുള്ള അടിയും മറ്റൊക്കെ ആകാശത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഡ്രോൺ ആക്രമണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തിനെ നടന്ന പോലെ ഞങ്ങളെല്ലാവരും പേടിച്ച് അന്ന് ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് രാത്രി ഒരു 9 മണിക്ക് സംഭവം നടക്കുന്നത്. എന്നിട്ട് ഒരു 12 മണിയാകുമ്പോഴത്തേനും എല്ലാവരും പാക്കപ്പ് ചെയ്യാൻ പറഞ്ഞു, ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ പറഞ്ഞു. ലൈറ്റെല്ലാം ഓഫ് ആയിരുന്നു. പിന്നെ ആംബുലൻസിൻ്റെ ശബ്ദവും ഒക്കെ ഞങ്ങളാകെ പേടിപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു അന്ന് രാത്രി. ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ എല്ലാ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ടിരുന്നു. രാവിലെ ഒരു 10 മണിക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞു. എല്ലാവരും പാക്കപ്പ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. ജയ്സാൽമീർ നിന്ന് രാജസ്ഥാൻ വഴി ഗുജറാത്ത് വഴി വന്ന് പുറപ്പെട്ടു. 2 ദിവസം യാത്ര ഉണ്ടായിരുന്നു. ബോംബെയിലേക്ക് എത്തിച്ച് ബസ് മാർഗം. ഫ്ലൈറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റും ട്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ബസ് മാർഗം ബോംബെക്ക് എത്തി. അവിടെ നാട്ടിലേക്ക് വന്നു, കൊച്ചിയിലേക്ക് വന്നു. അവിടുത്തെ നാട്ടുകാരെ പ്രതികരണം അവർക്കൊരു കുഴപ്പമില്ല. നാട്ടുകാർക്ക് ഈ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഹാപ്പി. ഇവിടെ ഒന്നും പേടിക്കില്ല. ഇന്ത്യൻ ആർമിന് അത്ര വിശ്വാസമാണ് വരുന്നത്. പക്ഷേ നമുക്കറിയില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. 10 ദിവസമായിട്ടോടെ പോയിട്ട് 10ാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവർ വേണം നമുക്ക് ഒന്നും പേടിക്കൊന്നും വേണ്ട, ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഒരു സാധനം ഒന്നുമില്ല, ഒന്നും പേടിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് പൂർണ്ണ വിശ്വാസം അവിടുത്തെ ഇന്ത്യൻ ആർമി. ഹാഫ് എന്ന സിനിമയുടെ സെറ്റിലെ അംഗമായിരുന്നു ജിനീഷ്. സംവിധായകൻ സംജാദും നടൻ മണിക്കുട്ടനും അടങ്ങിയ സംഘം കുടുങ്ങിയ വാർത്ത നേരത്തെ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു.